ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഏറ്റവും അധികം സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാൻ കൂടെ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ സാലു കൊച്ചുഞ്ഞുവേശയുടെ ഗാനസന്ധ്യ നാം ഇതുപോലെ നിറഞ്ഞ സദസ്സിൽ നാം അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് ഞാൻ അവസാനമായിട്ടൊരു വാക്ക് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും അടുത്ത വർഷം ഇതുപോലെ കാണാം എന്ന്. ഇന്ന് വരെയും നമ്മെ പോറ്റി പുലർത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ടെൻഷൻ നിറഞ്ഞ ഈ ലോകത്തിൽ അല്പസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ നമുക്ക് പാടുവാനും ആനന്ദിക്കുവാനും പാട്ട് കേൾക്കുവാനും ഒക്കെ തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. നാം ഇവിടെ നടന്നത് ഉണർവ് യോഗത്തിന് വന്നിരിക്കുകയാണോ അതോ പീഡാനുഭവ ആഴ്ചയിലേക്ക് നാം വന്നോ എന്നുള്ള ഒക്കെ ഒരു ചിന്തയായിരുന്നു. 2 ഉണർവ് പാട്ടുകൾ പാടി, കഷ്ടാനുഭവിച്ചതിലെ പാട്ടുകൾ പാടി, അങ്ങനെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടെൻഷൻ നിറഞ്ഞ ഈ ലോകത്ത് സ്വല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ കൈകൊട്ടി പാടുവാനും ആനന്ദിക്കുവാനും നല്ല നല്ല ഗാനങ്ങൾ പാടുവാനും കേൾക്കുവാനും ഒക്കെ അവസരം തന്നു. ഈ വർഷത്തെ ഇടവവർഷത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണം എന്ന് ഇടവമിഷൻ കമ്മിറ്റിയായിട്ട് ആലോചിച്ചു. അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളുമായി നാം മുന്നോട്ട് പോയി. ഇത്രമാത്രം ഭംഗിയായിട്ട് ഒക്കെ കാര്യങ്ങൾ ഒക്കെ നടത്തുവാൻ തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞാൻ എൻ്റെ സമയം ചുരുക്കത്താൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഇതുപോലെ ഒരു ഗാനസന്ധ്യ നമുക്ക് നടത്തുവാനായിട്ട് ആലോചിച്ചപ്പോൾ ഇടവമിഷൻ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട എബ്രഹാം പണിക്കർ അച്ഛൻ ഇതിന് വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും എല്ലാ ഉപദേശങ്ങളും അച്ഛൻ നൽകി തരികയുണ്ടായി. എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു ഉണർവ് ഗാനങ്ങൾ മാത്രം പാടണം എന്നുള്ളതാണ്. എന്നാൽ അച്ഛൻ പറഞ്ഞു ഉണർവ് ഗാനങ്ങൾ തന്നെയല്ല, ആശാക്രമത്തിലെ പാട്ടുകൾ കൂടി പാടണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് 1 ഉണർവ് ഗാനവും 1 ആശാക്രമത്തിലെ പാട്ടുകളും നമ്മൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രാർത്ഥനാ കൂട്ടങ്ങളെല്ലാം അതിനെ ശിരസ വഹിച്ചു. നല്ല ഒരുക്കത്തോടുകൂടി നല്ല ക്രമീകരണത്തോടുകൂടി നമുക്ക് ഇവിടെ വരുവാനായിട്ട് സാധിച്ചു. ഇന്ന് നമുക്ക് അധ്യക്ഷത വഹിച്ചത് ബഹുമാനപ്പെട്ട എബ്രഹാം പണിക്കർ അച്ഛനാണ്. നല്ല ഒരു പ്രസംഗത്തോടും നല്ല ഒരു ഗാനത്തോടും നല്ല ഒരു കഥയോടും കൂടെ അച്ഛൻ നമുക്ക് പരിപാടികൾ പറഞ്ഞു തന്നു. നമുക്ക് നല്ലൊരു മെസ്സേജ് അച്ഛൻ തന്നു. ബഹുമാനപ്പെട്ട എബ്രഹാം പണിക്കർ അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നമ്മുടെ പി.ടി. കോശി അച്ഛൻ എല്ലായ്പ്പോഴും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ മുന്നിട്ട് നിൽക്കുന്നു. ഇന്നത്തെ പാട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അച്ഛൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ മെച്ചം അറിയാനും ഉണ്ടായിരുന്നു. അച്ഛൻ പാട്ടുകൾ പഠിപ്പിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. നല്ല ഭംഗിയായിട്ട് പാട്ടുകൾ പാടുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട പി.ടി. കോശി അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എബ്രഹാം അച്ഛൻ നമ്മുടെ മധ്യയുണ്ട്. അച്ഛൻ നമുക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും തന്നു. കൊച്ചമ്മയെ പാടുവാനായിട്ട് കേട്ടു. അച്ഛൻ പാട്ട് ഇവിടെ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛൻ നമ്മോടൊപ്പം വന്ന് നമുക്ക് നല്ല നേതൃത്വങ്ങളും സാരോപദേശങ്ങളും എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. തുടർന്നും അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് വേണ്ടുന്ന നേതൃത്വങ്ങളും സാരോപദേശങ്ങളും എല്ലാം നൽകി തരും എന്ന് നമുക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട കെ എബ്രഹാമച്ചനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ സാമ്യോടച്ഛൻ നമ്മുടെ ഒരു ഭാഗമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെ ഉപദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പരിപാടിയെപ്പറ്റി പല പ്രാവശ്യം അച്ഛൻ എന്നെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെ നടക്കുന്നു എന്നൊക്കെ. ഞാൻ പറഞ്ഞ് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അച്ഛാ. അതുകൊണ്ട്
അച്ഛൻ നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തക്ക സമയത്ത് കടന്നു വരികയും നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗമാക്കുകയും ചെയ്ത് ബഹുമാനപ്പെട്ട സാം ജോൺ അച്ഛനോടുള്ള നന്ദി ഈ അവസരം അറിയിക്കുന്നു. നമ്മൾ ഈ പരിപാടിക്ക് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ ഇതിന് ഒരു പേര് വേണമല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയുണ്ടായി. ഒരു കുട്ടി പിറന്നാൽ അതിന് ആദ്യം നടത്തുന്ന ഒരു പേരിടിയിലാണ്. ഒരു പേരിടിയിലിൻ്റെ ആ ഏത് പേര് വേണം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ ജോസഫ് ഫരീസ് അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ നല്ലൊരു പേര് നിർദ്ദേശിക്കും എന്ന് പറഞ്ഞു. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് ഇതിങ്ങനെ ഒരു പരിപാടിയുണ്ട്, അതിന് നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അച്ഛൻ ആദ്യം പറഞ്ഞ ഇതാണ് ആത്മരാഗം എന്നുള്ള പാട്ട്. അത് നല്ല ആക്റ്റായിട്ട് തോന്നി. അങ്ങനെ ആ പാട്ട് നാം സെലക്ട് ചെയ്യുകയാകും. തന്നെയുമല്ല, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെ പോകുന്നു, ക്രമീകരണത്തോടായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത്. ഇന്നും അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. പിന്നെ വെച്ചാൽ എങ്ങനെയുണ്ട്, എല്ലാവർക്കും നടക്കുന്നുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അച്ഛൻ ചോദിക്കുകയുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ പാട്ട് പാടുവാനും അച്ഛൻ വന്നു ചേർന്നു. അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൊച്ചമ്മമാരും എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പാട്ട് പാടുവാനും പാട്ട് കേൾക്കുവാനും സഹകരിക്കുവാനും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചമ്മമാരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഇടവക ചുമതലക്കാരെല്ലാം നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗം ആയിരുന്നു. വൈസ് പ്രസിഡന്റ്, ട്രസ്റ്റി, ജോയിന്റ് സെക്രട്ടറി, ക്രിസ്ത്യ കണ്ടില്ല, സ്ഥലത്തില്ലായിരിക്കാനായിരിക്കും. ഡേ ലീഡേഴ്സ് 2 പേര്, വൈസ് പ്രസിഡന്റ്, എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓഡിറ്റേഴ്സ് എല്ലാവരും തന്നെ അത് പ്രാർത്ഥനാ കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇത് നമ്മുടെ ഒരു പരിപാടിയാണ്, നമുക്ക് ഇതിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള ഇതോടുകൂടി എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാ സംഘടനകളുടെയും ചുമതലക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ സംഘടന ചുമതലക്കാരും സംഘടനാ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാത്തിനുപരിയായി ഗാനങ്ങൾ നല്ല മനോഹരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല യൂണിഫോമോടുകൂടി അച്ഛൻ പറഞ്ഞതുപോലെ നല്ല സുന്ദരിമാരുമായിട്ട് ഇവിടെ വന്നു ചേർന്ന് ഗാനങ്ങൾ ആരംഭിച്ച എല്ലാവരോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ പുറമത്തെ രഞ്ജു ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് നാളെ 2 ദിവസത്തിനകം നമുക്ക് ഇത് യൂട്യൂബിൽ കാണുവാനായിട്ട് സാധിക്കും. ഇത് ചിലരൊന്ന് വിപുലമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കൊണ്ടാണ് ചെയ്യാഞ്ഞത്. അതുകൊണ്ട് 2 ദിവസത്തിനകം യൂട്യൂബിൽ നമുക്ക് ഈ പരിപാടികൾ എല്ലാം കാണാൻ സാധിക്കും. രഞ്ജുവിനോടുള്ള നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച് രഞ്ജുവിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതിൻ്റെ മൈക്ക് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്ത കുടുംബത്തെ ജോയി സമയത്ത് തന്നെ വന്ന് മൈക്കിൻ്റെ ക്രമീകരണങ്ങളും എല്ലാം നൽകി തരികയുണ്ടായി. അതുപോലെ എവിൻ ഓർഗനൊക്കെ വാങ്ങിച്ച എവിനുണ്ട് കുടുംബത്തെ, എവിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതിന് അതത് സമയത്ത് ആവശ്യമായ പല വിധത്തിലുള്ള ബ്രോഷറുകൾ ഒക്കെ ഇതിനുവേണ്ടി ഒക്കെ ഉണ്ടാക്കി ആ ബ്രോഷറുകൾ ഒക്കെ അടിച്ച് സമയത്ത് പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുവാൻ സഹായിച്ച ജോബിയോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്ക് ഈ പരിപാടികളൊക്കെ കമ്പയർ ചെയ്യുന്നത് മാമൂട്ടിലെ നിഷയാണ്. നിഷയോടുള്ള നിസ്സീമമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പിന്നെ നമ്മുടെ പീറ്റർ ഒക്കെ പള്ളിയൊക്കെ തുറന്ന് ക്ലീനൊക്കെ ചെയ്ത് എല്ലാം ഭംഗിയായിട്ടൊക്കെ ചെയ്തെന്നത് പീറ്ററാണ്. എല്ലാ കാര്യങ്ങളിലും പീറ്ററിൻ്റെ സഹകരണം നമുക്കുണ്ടായിരുന്നു. പീറ്ററിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കാറും എല്ലാവർക്കും നന്ദി.
നമസ്കാരം. ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ നമുക്ക് മിനി ഹോള് ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ട്. വന്നിട്ടുള്ള എല്ലാവരും അതിൽ കൂടി സംബന്ധിച്ചിട്ട് പോകാവൂ എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കും. എല്ലാവരെയും ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നമ്മുടെ ശ്രീ ഫിലിപ്പ് മാത്യു എല്ലാവർക്കും നന്ദി പറഞ്ഞല്ലോ. എന്നാൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി എല്ലാവരും പേരിൽ അറിയിക്കുന്നു.